വ്യാജന്മാരെ വ്യാപകമായി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക, അവർ വോട്ട് ചെയ്യുക. അതിപ്പോൾ പിന്നീട് അതിന്റെ കള്ളി സഹിതം ഇപ്പോൾ പുറത്തു വരികയാണ്. എത്ര ഗുരുതരമായ ക്രമക്കേടാണ് തൃശൂരിൽ നടന്നിട്ടുള്ളത് എന്നാണ് വ്യക്തമാകുന്നത്. അതിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ തിരുവനന്തപുരത്ത് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരാളാണ്, അവിടെ തൃശൂരിലെത്തി വോട്ട് ചെയ്തു എന്നതാണ് ഇപ്പോൾ തെളിവ് സഹിതം നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. തീർച്ചയായും ദിവ്യ, അങ്ങനെ തന്നെയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വാർത്തയുമായി ബന്ധപ്പെട്ടുള്ളൊരു അന്വേഷണമാണ് ഞാൻ നടത്തിയത്. അതിൽ പ്രധാനമായും ഉള്ളത് 9 പേർ, പൂങ്കുന്നത്തെ ഫ്ളാറ്റിൽ 9 പേർ വീട്ടുടമസ്ഥ അറിയാതെ വോട്ട് ചേർത്തു എന്നുള്ള വിവരമായിരുന്നു നമ്മൾ പുറത്തുവിട്ടത്. ആ ലിസ്റ്റ് എടുത്ത് ആരൊക്കെയാണ് ഇവർ, ഈ വ്യാജമായി വോട്ട് ചേർത്ത ആളുകളുടെ യഥാർത്ഥ മേൽവിലാസം എന്താണ് എന്ന് പരിശോധിക്കുകയായിരുന്നു നമ്മൾ ചെയ്തത്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു പേര് തിരുവനന്തപുരത്തെ ശാസ്തമംഗലത്ത് ഉള്ള അതേ വോട്ടർ ഐ ഡിയിൽപ്പെട്ട ആൾ തന്നെ ഈ പൂങ്കുന്നത്തെയും വോട്ടറായി വന്നു എന്ന് വോട്ടർ പട്ടികയിൽ വ്യക്തമാകുന്നത്. അതിനുശേഷം ഈ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ തന്നെ ഒരു സെർച്ച് ചെയ്തു. അതിൽ വ്യക്തമാകുന്നത് ഇയാൾക്ക് ഇപ്പോൾ കരട് പട്ടികയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിലും ഇയാളുടെ ഇതേ വോട്ടർ ഐ ഡിയിൽ ശാസ്തമംഗലത്ത് ഈ NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇദ്ദേഹത്തിന് വോട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിച്ചത്. അതിനെ തുടർന്ന് ആരാണ് ഇയാൾ, എന്താണ് ഇയാളുടെ രാഷ്ട്രീയം എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഒരു അന്വേഷണം നടത്തിയത്. അതിനിടയിലാണ് ഈ ശാസ്തമംഗലത്തിനും പൈപ്പ് മൂടിനും ഇടയിലുള്ള സ്ഥലത്താണ് ഇയാൾ താമസിക്കുന്നത്. ആറ്റിങ്കര പറമ്പിൽ വീടിൽ ആണ് ഇയാൾ താമസിക്കുന്നത്. അതേ പേരിൽ തന്നെയാണ് ഇദ്ദേഹം വോട്ട് ചേർക്കുകയും ചെയ്തത് എന്ന് വ്യക്തമാകുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള കരട് വോട്ടർ പട്ടികയിലും ഇയാളുടെ പേര് ഉണ്ടാവുകയും ചെയ്തതോടെ ഈ കൂടുതൽ സംശയങ്ങൾ ബലപ്പെടുകയും ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് ഇയാൾ സുരേഷ് ഗോപിയുടെ ഡ്രൈവറാണ് എന്ന കാര്യം വ്യക്തമാകുന്നത്. അപ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തവുമാണ്. കാരണം സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കുന്നു. അയാളുടെ ഡ്രൈവർക്ക് ഏതെങ്കിലും അവർ എടുത്ത വാടക വീട്ടിലല്ല, മറ്റ് ഒരു ഉടമസ്ഥ അറിയാത്ത ഒരു വ്യാജ മേൽവിലാസത്തിൽ അയാൾ വോട്ട് ചേർക്കുന്നു, അയാൾ ഉൾപ്പെടെയുള്ളവർ വോട്ട് ചേർക്കുന്നു. ഇതാണ് ഗുരുതരമായ ക്രമക്കേട്. എന്തായാലും ഇക്കാര്യത്തിൽ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരുടെ അറിവോടുകൂടെ തന്നെയാണ് കാര്യങ്ങൾ നടന്നത് എന്ന സൂചനയിലേക്ക് എത്തിയത്. അതിനുശേഷമാണ് ഇയാൾ തന്നെയാണോ ഈ എസ് അജയകുമാർ എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി തൊട്ടടുത്ത അയൽവാസിയോട് കാര്യങ്ങൾ അന്വേഷിച്ചത്. അദ്ദേഹമാണ് പറഞ്ഞത്, ഇയാളുടെ വോട്ടർ പട്ടികയിലെ ഫോട്ടോ കൂടി കാണിച്ചാണ് അദ്ദേഹത്തിനോട് ഇയാൾ തന്നെയല്ലേ എസ് അജയകുമാർ എന്ന് ചോദിച്ചപ്പോൾ എസ് പ്രമോദ് എന്ന പേരിലാണ് ഞങ്ങൾ അയാളെ വിളിക്കാറ്, ഇയാൾ തന്നെയാണ്, ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ തന്നെയാണ് അയാളെന്നും ഈ തൊട്ടടുത്ത വീട്ടിൽ കഴിഞ്ഞ കുറേ കാലമായി താമസിക്കുകയാണ്, ഈ 1 മാസമായി മാത്രമാണ് ആ വീട്ടിൽ നിന്ന് മാറിയത് എന്നുള്ള വിവരങ്ങൾ ആ അയൽവാസി നമ്മളോട് പങ്കുവെക്കുകയും ചെയ്തത്. ഇതാണ് സുരേഷ് ഗോപിയിലേക്ക് ഈ വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ കൂടുതൽ എത്തിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും സുരേഷ് ഗോപിയുടെ നിലവിൽ ഇതിൽ പ്രതികരണം വന്നിട്ടില്ല. LDF-ഉം UDF-ഉം LDF-UDF സ്ഥാനാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ പരാതിയും ഒപ്പം തന്നെ വലിയ തരത്തിലുള്ള വിമർശനവും ഒക്കെയായി രംഗത്തെത്തിയിട്ടുണ്ട്. നേരത്തെ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയതുപോലെ തന്നെ ഒരു തിരഞ്ഞെടുപ്പ് വീണ്ടും നടത്തണം എന്നുള്ള ആവശ്യത്തേക്ക് പോലും കാര്യങ്ങൾ എത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒറ്റ ഫ്ളാറ്റിൽ മാത്രമുള്ള ഒരു വോട്ട് തട്ടിപ്പല്ല നടന്നിട്ടുള്ളത് എന്ന കാര്യം വ്യക്തവുമാണ്. കൂടുതൽ സ്ഥലങ്ങളിൽ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ ഫ്ളാറ്റുകളിലും ഒപ്പം തന്നെ നഗര കേന്ദ്രീകൃതമായ വീടുകളിലും ഉൾപ്പെടെ ഇങ്ങനെ വ്യാപകമായ വോട്ട് ചേർക്കാനുള്ള സാധ്യത തന്നെയാണ് നിലവിൽ ഈ ഓരോ തെളിവുകളും വ്യക്തമാക്കുന്നത്.